സന്തോഷമുള്ള ദൈവസ്ഥാനത്തിൽ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായി നിൽക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം നടത്തിയ ഓരോ പ്രവൃത്തികളെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥാനത്തിൽ വചനമായിട്ട് നിൽക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് വചനത്തിന് അല്പസമയം ഒരുക്കി തന്ന ദേവദാസനും സഭയോടുമുള്ള നന്ദിയും ഞാൻ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട വചനമാണ്, നമ്മൾ ദൈവത്തിന് കൂടെ ജയാളിയായ കർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഒരിക്കലും നമ്മൾ തോറ്റവരല്ല, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ജയിച്ച നമ്മുടെ കർത്താവിന്റെ കൂടെയാണ്. കാരണം പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്ന് ഓർത്തോണം, നമ്മൾ ഇന്ന് നിൽക്കുന്നത് ജയാളിയായ കർത്താവിന്റെ കൂടെയാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ തൊട്ട് ശത്രുവായവൻ നമ്മുടെ നേരെ പല തന്ത്രങ്ങളും മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ നിൽക്കുന്നത് നമ്മൾ ജയിച്ച ദൈവത്തിന്റെ കൂടെയാണ്. നമ്മൾ ഈ ഒരു കാര്യം ഓർത്തോണം, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമുക്ക് പിശാചിനോട് പറയാൻ പറ്റും, ഞാൻ തോറ്റ ഒരാളെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഞാൻ തോറ്റ ഒരാളുടെ കൂടെയല്ല ഞാൻ പോകുന്നത്, ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ ജയിച്ച എന്റെ കർത്താവിന്റെ കൂടെയാണ്. ആ കർത്താവിനെ കാൽവരിലേക്ക് യാഗമാണ് കൊണ്ടുപോയ സമയത്തും പലവരും അടിക്കുകയും തുപ്പുകയും നിന്ദിക്കുകയും ചെയ്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ജയാളിയായിട്ട് നമ്മുടെ കൂടെ നമുക്ക് നിൽക്കുന്നത്. നമുക്കും ആ ദൈവത്തിന്റെ കൂടെ നമുക്ക് അങ്ങ് നിൽക്കാം, നമുക്ക് ഒട്ടിച്ചേർന്ന് അങ്ങ് നിൽക്കാം. നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ആ ദൈവത്തെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് യാത്ര ചെയ്യാം. ഇന്ന് ഞാൻ അല്പസമയത്തൊക്കെ എടുത്തിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. നമുക്ക് അതിനായി കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യർ 4:2. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഹല്ലേലൂയ. വചനം പറഞ്ഞു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പ്രാർത്ഥനയെ കുറിച്ചുള്ള വിഷയം. പല ദേവദാസന്മാരിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് പ്രാർത്ഥനയെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥനയെ കുറിച്ച്. എന്നാൽ ഞാൻ എന്റെ ഉള്ളിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്താണ് പ്രാർത്ഥന? നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഓരോരോ ആൻസറുകളുണ്ട്. എന്നാൽ നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് പ്രാർത്ഥന? നമ്മൾ ദൈവമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മളവിടെ രൂപീകരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംഭാഷണം, നമ്മളത് ഏത് നിമിഷമാണെങ്കിലും നമ്മൾ ദൈവത്തോട് കൂടിയിരിക്കുമ്പോൾ നമ്മളത് ദൈവം നമ്മൾ തനിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത് നമ്മളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇരിക്കണം. പലരും കൂടെ കേട്ടൊരു കാര്യങ്ങളാണ്, നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമാകരുത് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമ്മൾ ദൈവമായിട്ട് നമ്മൾ നിൽക്കുക, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുക. ഇതെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ രാത്രി യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞാണ് നമ്മൾ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഒരു മകൻ തന്റെ അപ്പനോട് എങ്ങനെയാണോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, എങ്ങനെയാണോ സ്നേഹത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്, നമുക്കും അതുപോലെ ദൈവത്തോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. നമുക്കറിയാം, നമ്മൾ ഇതേപോലെ യാത്ര പോയിട്ട് നമ്മൾ 2 ദിവസം താമസിച്ച് നമ്മൾ വീട്ടിൽ കയറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പനോട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അപ്പനോട് നമുക്ക് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും. നമുക്ക് വന്ന സന്തോഷങ്ങൾ നമ്മൾ അപ്പനോട് നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ സങ്കടങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. കാരണം അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മുടെ അപ്പൻ നമ്മളെ ഒരിക്കലും വഴക്ക് പറയുകയില്ല. അത് കേട്ടിരുന്ന് അത് വേണ്ട കാര്യങ്ങൾ നമ്മളെ അതിലേക്ക് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പടി കൊണ്ട് നമ്മൾ മുമ്പിലേക്ക് വെക്കേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അപ്പൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മളും അതുപോലെ ആയിരിക്കണം. നമ്മൾ കിട്ടുന്ന ഏതൊരു സമയം നമ്മൾ 10 മിനിറ്റ് നമ്മൾ ദൈവമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവമായിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണം. നമ്മുടെ സങ്കടമായാലും നമ്മുടെ സന്തോഷമായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈവമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു പേര് നമ്മളൊക്കെ അതിനോട്ട് സമയം മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഇങ്ങനൊരു കാര്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്.
നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ പറയുവാനും നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ ആ ദൈവമായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയായിട്ട് പറ്റും. നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ സന്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൂടെ പല ആൾക്കാരും ഉണ്ടാകും. പക്ഷെ നമുക്ക് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എടുത്ത് നമ്മളവിടെ പ്രാർത്ഥിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കും ഓരോ കാര്യം ദൈവത്തോട് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ തനിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ദൈവത്തോട് നമുക്ക് പറയാൻ വേണ്ടിയായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ദൈവത്തോട് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ഉണ്ട് എന്നൊരു ഒറ്റ വിശ്വാസത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടോ നമ്മുടെ ഇരിക്കുന്ന പരിസരവും നമ്മൾ ഇരിക്കുന്ന മുറിയവും നമ്മൾ ചിന്തിക്കേണ്ട. എൻ്റെ മുമ്പിൽ എൻ്റെ യേശു ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്, ഞാൻ ഈ അല്പനേരം ഇരിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ യേശുവിന്റെ കൂടെയാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടമോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവർക്ക് തരുന്നതിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ ഫ്രീ ആക്കാൻ പറ്റുമായിരിക്കും, എന്നാൽ അതിനുള്ളൊരു പരിധി ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ യേശുവിന്റെ കൂടെ ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ ഉള്ളിൽ വന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫ്രീ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് കരയാം. ഒരു കുഞ്ഞി എങ്ങനെയാണോ അപ്പനോട് അമ്മയോട് കൊഞ്ചി സംസാരിക്കുന്നത്, നമുക്ക് അതുപോലെ നമ്മുടെ കർത്താവോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചിന്തിക്കുക, എന്ത് വന്നാലും നമ്മുടെ ആ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ദൈവത്തിനോട് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് മാറി കിട്ടും. നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, നമ്മൾ ആ ദൈവത്തോട് കൂടെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ദൈവത്തോട് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും. കാരണം നമ്മൾ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ദൈവത്തിനോട് കൂടെ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഉപരി നമ്മുടെ കർത്താവ് നമുക്ക് അവിടെ തരും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുക. നമ്മുടെ കൂടെ ആരുണ്ടോ, നമ്മുടെ വീട്ടിൽ ആരുണ്ടോ, ഭവനത്തിൽ നമ്മുടെ കൂട്ടുകാരുണ്ടോ, ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കുന്നത് എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, ഞാൻ ആ കർത്താവിന്റെ കരത്തിൽ പിടിച്ചാണ് ഞാൻ കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആ കർത്താവിനോടാണ് ഞാൻ സംസാരിക്കുന്ന ഒരു പൂർണ്ണ ബോധത്തോടു കൂടി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലും നമുക്ക് സന്തോഷം മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മൾ തളർന്ന് നമ്മൾ പോവുകയില്ല. ഒരു നിമിഷം നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 5, 6, 7 മുതലാണ്. മത്തായി 5, 6, 7. 6-ന്റെ 5, 6, 7. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയും പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ചെറുക്കലം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇവിടെ 5-ൽ പറഞ്ഞ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പള്ളികൾ കാണുന്നുണ്ട്, അമ്പലങ്ങൾ കാണുന്നുണ്ട്. പലരുടെ ഉള്ളിലും പല വിശ്വാസങ്ങളാണ്. അവർ ഓരോ സ്ഥലത്ത് പോയി നിന്ന് അവർ പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അവരെന്തും അവിടെ കാണിക്കുന്നു, മനുഷ്യനെ പ്രസാദപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവരാണെങ്കിലും അവർ പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അവർ നിന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കപ്പെടുത്താൻ വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിചാരം അവരെന്ത് കാണിച്ചാലും ലഭിക്കും, അവരെന്ത് ചെയ്താലും ലഭിക്കും എന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം, നമ്മളിപ്പോ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും പള്ളിയോ അമ്പലമോ കാണുമ്പോൾ കുരിശു വരയ്ക്കും, നെറ്റത്തൊക്കെ ഇങ്ങനെ വെച്ച് അവരുടെ വിശ്വാസങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കും, ഇവരായിരിക്കും ഏറ്റവും വലിയ പ്രാർത്ഥനക്കാർ, ഇവരായിരിക്കും പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഇവർ കാണിക്കുന്നത് ദൈവത്തെ പ്രസാദപ്പെടുത്താനൊന്നുമല്ല, അവർ മനുഷ്യനെ പ്രസാദപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവർ ഏത് അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും അവർ അവിടെ ചെന്ന് കുരിശു വരച്ച് അവർ ഒരിപ്പം നമ്മൾ അങ്ങോട്ട് പോയ കൂതറപ്പള്ളിയിൽ ഒരു പള്ളി കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഒരു കാര്യം ദൈവത്തോട് സംസാരിക്കും. അടുത്ത പള്ളി കാണുമ്പോൾ അതേ കാര്യം തന്നെ അവർ അവിടെ സംസാരിച്ചിട്ട് പോകും. ഇവർക്കൊരു
നിശ്ചയമില്ല. ഇവർക്ക് എവിടെ ചെന്നാലാണ് ഇവരുടെ കാര്യം സാധിക്കുന്നവർക്ക് നിശ്ചയമില്ല. ഇവർ ചെല്ലുന്നിടത്തെല്ലാം ചെന്ന് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവർ നമുക്ക് ഇങ്ങനെ മാനുഷികമായി തന്നെ ചിന്തിക്കുക, ഇവർ ചെല്ലുന്നിടത്തെല്ലാം മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം, യേശു കർത്താവ് വന്നിടത്തെല്ലാം ജനങ്ങൾ കൂടുന്നുണ്ട്. കർത്താവ് യേശു എന്താണ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്, അവൻ എന്ത് അത്ഭുതമാണ് ഇയാളെ പ്രവർത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും തടിച്ചു കൂടും. ഇതുപോലെയാണ് ഇപ്പോഴുള്ള ജാതികൾ കാണിച്ചുകൊണ്ടിരിക്കുക. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നന്മ കിട്ടും, എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകുന്ന ഓരോ കാര്യങ്ങൾ ലഭിക്കും. ഇങ്ങനെ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മരിയന്റെ ഒരു പ്രാർത്ഥന സംഗീതം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം പലരും പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും, അവിടുത്തെ വെള്ളം കുടിച്ചാൽ വിടുതൽ ലഭിക്കും. ഒരു പത്രമുണ്ട്, അതിൽ ഓരോരുത്തർ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് 100 പേർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അടിയിൽ ഇങ്ങനെ ഉണ്ടാകും, ക്യാപ്ഷൻ ഉണ്ടായിരിക്കും. ഈ മെസ്സേജ് നിങ്ങൾ 100 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്ന്. എന്നാൽ നമ്മുടെ കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയിലാകുമ്പോൾ നമ്മുടെ കർത്താവ് അത് കേട്ടിട്ട് നമുക്ക് തക്ക സമയം നമുക്ക് മറുപടി കിട്ടുന്ന ദൈവമാണ്. നമ്മൾ ഒരിക്കലും മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. നമ്മൾ ഉയർത്തുന്നതും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവിനെ ഉയർത്താൻ വേണ്ടിയിട്ട് മാത്രം മതി. കാരണം പാവത്തിൽ കിടന്ന നമ്മളെ ഇന്ന് നമ്മുടെ പാവങ്ങളെല്ലാം മാറ്റി നമ്മളോട് ദൈവത്തോട് ചേർത്ത് നിർത്തിയ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. നമ്മുടെ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെ യേശുവിനോട് പറഞ്ഞാൽ മാത്രം മതി. ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒച്ചയിൽ പ്രാർത്ഥിക്കുകയോ, നമ്മൾ കൈയടിച്ച് മറ്റുള്ളവരെ കാണിച്ച് തുള്ളി ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഞാനാണ് ഇവിടുത്തെ മുന്നിൽ നിൽക്കുന്നത് അതോട് നമ്മൾ ഒരിക്കലും കാണിക്കേണ്ട. ചിലപ്പോൾ എന്റെ ഒരു മാനുഷിക ഭാഷ പറയുക, നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് മുഖം മറച്ച് കാണും. നമ്മൾ അത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മളെ ദൈവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന അവൻ കണ്ടു കഴിയുമ്പോൾ അവൻ ചിന്തിക്കും, അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ കാണിക്കുന്നവരുണ്ടോ, അവൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ കണ്ടോ, ഇവന്റെ പ്രാർത്ഥന കണ്ടാൽ ഇവനായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെ ഒന്നും നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണ്ട. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, നമ്മൾ കഴിക്കുന്ന യാഗങ്ങൾ അത് നമ്മുടെ കർത്താവിനോട് മാത്രം മതി. നമ്മൾ മനുഷ്യനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഒരിക്കലും പോകണ്ട. ഇതിന്റെ 6-ാം വാക്യം പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമുക്കറിയാം, നമുക്ക് ദാനിയേലിനെ അറിയാം. ദാനിയേലിനെ തകർക്കാൻ വേണ്ടിയായിട്ട് ഒരുപാട് പേര് ദാനിയേലിന്റെ കൂടെ നടന്നവർ തന്നെയാണ്. ദാനിയേലിനെ തകർക്കാൻ വേണ്ടിയായിട്ട് കൂടെ നടന്നത്. അവൻ ചെയ്യുന്ന ഒരു തെറ്റ് കണ്ടെടുത്ത് ആ രാജാവിനോട് പറയുമ്പോൾ രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷ വിധിക്കുമെന്ന്. കാരണം ദാനിയേല് കൂടെ നിന്നവരെയോ കൂടെ ഉള്ളവരെയോ സ്വന്തക്കാരെയോ ഒന്നും നോക്കിയില്ല. കിട്ടുന്ന സമയം അവന്റെ ആ പ്രാർത്ഥനാ മുറിയിൽ കയറി അവൻ ആ ദൈവത്തോട് ഓരോ നിമിഷം പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത്. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഉള്ളെങ്കിലും നമ്മൾ ആ സമയം നമുക്ക് ദൈവം നമ്മളെ ആ ദിവസം നടത്തിയതിന് നമ്മൾ ആരും നന്ദി പറയുന്നവരായിരിക്കണം. നമ്മളെല്ലാം ഉറങ്ങുന്നവരൊക്കെയാണ്. നമുക്ക് പറയാൻ പറ്റുകയില്ല ചിലപ്പോൾ നാളത്തെ ഒരു പ്രഭാതം നമ്മൾ കാണുമെന്നും. ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപകൾ കൊണ്ടും മാത്രമാണ്. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ശത്രുവായവർ എന്തോരം തന്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാലും ഒന്നും അത് നമുക്കത് യേശി പോവുകയില്ല. നമ്മൾ അടുത്തൂടെ വന്നാലും നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമ്മൾ ബലപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനത്താലും നമ്മൾ ആ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും. നമുക്കറിയാം, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടപ്പോഴും ദാനിയേൽ അവിടെ ഒന്നും പേടിക്കുകയോ പതറിപ്പോവുകയോ ഒന്നും ചെയ്തില്ല. കാരണം ദാനിയേലിനെ കൂടെ ഉള്ളത് ഞാൻ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ധ്യാനിക്കുകയും ചെയ്യുന്ന എന്റെ ദൈവത്തിനെയാണ്. ആ കർത്താവ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന്. നമുക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നവരാ. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ആ വചനം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് എന്തൊക്കെ വന്നാലും ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ജയാളിയായ കർത്താവിനെയാണ് നമ്മൾ ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ദൈവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവത്തെ പ്രസാദപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓരോ നിമിഷം നമ്മൾ മുമ്പിലേക്ക് പോയാൽ മതി. നമ്മൾ ആ രഹസ്യത്തിൽ നിന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്തവരിലൂടെ ആയിരിക്കും ചിലപ്പോൾ
ദൈവം നമുക്ക് ഓരോ വഴികൾ തുറന്നു തരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോയപ്പോൾ ഞാൻ എൻ്റെ പല്ലിന്റെ ഒരു ആശുപത്രിയുടെ ഞാൻ കടന്നുപോയി. എന്തെങ്കിലാണെങ്കിൽ ആകെ 500 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ മെഡിസിൻ എല്ലാം കൂടെ 453 രൂപയായി മെഡിസിൻ എല്ലാം കൂടെ. പിന്നെ അവിടെ എക്സ്റേ എടുക്കണം, പല്ല് പറിക്കുന്നതിന് അവിടെ ഒരു ഫീസും കൂടെ അടയ്ക്കണമായിരുന്നു. ബാക്കിക്കൂടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എന്നാലും ഉള്ള പൈസ ഞാൻ എടുക്കാൻ വേണ്ടിയായിട്ട് ഞാൻ അവിടെ കടന്നു ചെന്നപ്പോഴത്തേക്കും എനിക്കറിയില്ല, എൻ്റെ കാർഡ് ബ്ലോക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് തൊട്ട് വാതിക്കൽ തന്നെ SBIയുടെ ബ്രാഞ്ച് ഉള്ളത്. പക്ഷെ എൻ്റെ മനസ്സിൽ ആ ചിന്ത വന്നില്ല. ഞാൻ ബ്രാഞ്ച് നോക്കിയാൽ കുടമാളൂർ വഴി കോട്ടയം CMS കോളേജിൽ അവിടെ വരെ ചെന്നു. ആ ബാങ്കിൽ കയറി ചെന്ന് ഞാൻ പറഞ്ഞു, മേഡം എൻ്റെ കാർഡ് ബ്ലോക്കാണ്, എനിക്ക് പൈസ എടുക്കണം, മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം സംസാരിച്ച ഒരു വിശ്വാസിയായ ഒരു ആന്റിയോടാണ്. കാരണം ഞാൻ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്ന കണ്ടായിരുന്നു, അവരത് വായിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ ചെന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്കൊരു രക്ഷയില്ല, കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 24 hour അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിയാണ്ട് ബ്ലോക്ക് മാറത്തില്ല, അപ്പോഴേ പൈസ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ആന്റി എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, ഇപ്പം കയ്യിൽ ഇത് വെച്ചു, കാര്യം നടക്കട്ടെ. ഞാൻ പറഞ്ഞു, ആന്റി വേണ്ട, അല്ലെങ്കിൽ ആന്റി നമ്പർ ഇതാ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അതൊന്നും വേണ്ട, എന്തായാലും തന്റെ കാര്യം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടാണ് നമ്മൾ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാത്തവരിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് വഴികൾ തോന്നിയത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ദൈവത്തോട് നമ്മുടെ മുറിയിൽ കയറിയിരുന്ന് നമ്മൾ ആ ദൈവത്തോട് കുറച്ച് സമയം നമ്മൾ സംസാരിക്കുമ്പോൾ, കാരണം നമ്മളും ദൈവം ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകും. അവിടെ മറ്റാരുമില്ല. നമ്മൾ ഇരിക്കുമ്പോൾ ഞാനും ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന അതെല്ലാം മാറിപ്പോകും. കാരണം നമ്മുടെ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ആ ദൈവത്തോട് കൂടെ ഇരുന്നാൽ മാത്രം മതി. നമുക്ക് കിട്ടുന്ന സമയം, അത് 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, ആ സമയം നമ്മൾ ദൈവത്തിനോടൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വചനം ഒന്ന് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണോ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കും. പണ്ടൊക്കെ ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പറയും, ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ദൈവം എങ്ങനെയാണ് സംസാരിച്ചത്? അപ്പൊ ഞാൻ ചിന്തിക്കും, കർത്താവ് മരിച്ചു ഉയർത്തുന്നത്, പിന്നെ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? പിന്നെയാണ് പാസ്റ്റർ കോളേജ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വചനം കേട്ടാണ് ഇങ്ങനെ ഞാൻ വന്നത്. നമ്മൾ നിന്ന് ധ്യാനിക്കുമ്പോൾ, നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ മുമ്പിലേക്ക് എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വചനധ്യാനത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മളത് മാറ്റി വെച്ചാൽ മാത്രം മതി. ആ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ നടത്തിക്കൊണ്ട് പോകും. അടുത്ത ഒരു കാര്യം എടുത്തിരിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 തൊട്ട് 9 വരെ ഉണ്ടാവും. ലൂക്കോസ് 11-ന്റെ 5 തൊട്ട് 5 മുതൽ 8, 9 വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ വന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണമേ. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവൻ വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഒന്നുമില്ല, ഏതുമില്ല എന്ന് അവൻ പറഞ്ഞത്. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകൾ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ നിങ്ങളോട് കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു ഉപമയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ എടുത്തു പോയി നിന്ന് അവരോട് ആ സ്നേഹിതന് വേണ്ടി കുറച്ച് വരുന്നേരം വന്നപ്പോഴത്തേക്കും അവനെ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ അപ്പോൾ അവന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ എടുത്തു പോയിട്ട് കുറച്ച് അപ്പം ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ. അപ്പം ആ സ്നേഹിതൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് പറ്റുകയറുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവനവിടെ പറയുന്നുണ്ട്. എങ്കിലും വന്നവൻ അവന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നെയും ആ കഥകൾ പോയി മുട്ടുക ചെയ്യുന്നു. അവൻ അപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ വന്ന സ്നേഹിതൻ കൂട്ടുകാരൻ കണക്കാക്കാതെ അവൻ പിന്നെയും അപ്പോഴും ആ ഡോറിൽ പോയി മുട്ടുക. നമ്മളും ദൈവമായ ഒരു ബന്ധമായിരിക്കും. നമ്മൾ ആ കർത്താവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അത് നമ്മുടെ പ്രാർത്ഥന വിഷയം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അതിന് മറുപടി ലഭിക്കാൻ താമസിക്കുമായിരിക്കും. എന്നാൽ നമ്മൾ അതിന് പിന്നാലെ പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പിന്നെയും നമ്മൾ ആ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളിവിടെ
വേണ്ടിയായിട്ട് നമ്മൾ വർഷങ്ങളാളും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ലഭിച്ചില്ല, ചിലപ്പോൾ 2 മാസം എടുക്കും, അത് ചിലപ്പോൾ 1 വർഷം ആയിരിക്കും. എങ്കിലും ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ അതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കീബോർഡ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ കാര്യം നമ്മൾ ദൈവസ്ഥയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് കിട്ടുകയില്ലായിരിക്കും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ആ കാര്യം ലഭിക്കാൻ വേണ്ടിയായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിന്തയിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞ് നമുക്കത് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ അടുത്ത കാര്യത്തിലേക്കായിരിക്കും അടുത്ത കാര്യമായിരിക്കും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിച്ചയുടെ ഫലം നമുക്ക് നമ്മുടെ കയ്യെത്ത് ദൂരം നമുക്ക് വന്ന് നിൽക്കുമായിരിക്കും. എന്നാൽ നമ്മൾ അത് കാണാതെ നമ്മൾ പിന്നെ അങ്ങ് പോവുകയും ചെയ്യുന്നത്. ഇവിടെ ആ സ്നേഹിതം ചെയ്യുന്നത് അവന് ലഭിക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നെ ആ കഥയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മടുത്തു പോകാൻ നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഏത് നമ്മുടെ ചെറിയ പ്രാർത്ഥന വിഷയമായിക്കോട്ടെ, നമ്മുടെ വലിയ പ്രാർത്ഥന വിഷയമായിക്കോട്ടെ, നമ്മൾ മടുത്തു പോകാൻ നമ്മൾ കർത്തൃസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് വരരുത്. നമുക്കത് ലഭിക്കുവാൻ വേണ്ടിയായിട്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ആ സ്നേഹിതൻ ചെയ്യുന്ന മറ്റൊരു സ്നേഹിതനോട് പറയുന്നു, നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കർത്താവിനോട്, നമ്മുടെ യേശുവിനോട് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു നന്മ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളം, ചിലപ്പോൾ നമുക്ക് ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ വേറെ നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ കർത്താവ് നമുക്ക് തരാൻ താമസം തരുന്നത് നമുക്ക് അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലിയൊരു നന്മ ആയിരിക്കും നമ്മുടെ കർത്താവ് നമുക്ക് തരാൻ വേണ്ടിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയായിട്ട് നമ്മൾ ദൈവസ്ഥാനത്തെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരു മടുപ്പ് തോന്നരുത്. നമ്മൾ കിട്ടുന്ന സമയം പറഞ്ഞ നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ മുഴുവൻ ഇരുന്നോളാം. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കോ 10 മിനിറ്റ് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇന്നത്തെ ഇത് മതി. നമ്മൾ അങ്ങനെ ആകരുത്. നമുക്ക് നമ്മൾ ഫ്രീ ടൈം നമുക്ക് എത്ര സമയം കിട്ടുന്നു അത്രയും സമയം നമ്മൾ മടുത്തു പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന് താഴേക്ക് വായിക്കുമേ, യാചിപ്പിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിരുന്നാൽ നമുക്ക് തുറക്കപ്പെടും. നമ്മൾ ദൈവസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞോണം. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ ദൈവം നമുക്ക് സാധ്യമാക്കി തരും. നമ്മളാണ് അതിന് പിന്നോട്ട് കാണിച്ചു പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ലഭിച്ചില്ല, പിന്നെ നമ്മൾ ആ ലഭിക്കാത്ത കാര്യത്തിൽ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകും. ആ കാര്യം ചിലപ്പോൾ നമുക്ക് കയ്യെത്തും ദൂരത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പിന്നെയും നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രയൊക്കെ തടസ്സം വന്നാലും നമ്മൾ ആരൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രയാസം എന്തെങ്കിലും പ്രതിസന്ധികളോ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമായിരിക്കും. നമ്മൾ അതൊന്നും നമ്മുടെ മൈൻഡിൽ പോകാതെ നമ്മൾ ഇരിക്കുന്നത് എൻ്റെ കർത്താവിന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്, എന്നെ വിളിച്ചൊരു വിശ്വസ്തനുണ്ട്, അവന്റെ കൂടെയാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അവന്റെ കൂടെയാണ് ഞാൻ വചനം ധ്യാനിക്കുന്നത് എന്നൊരു ഓർമ്മ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകാതെ നമ്മൾ കർത്തസംഘം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചോദിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് അവിടെ തരിക തന്നെ ചെയ്യും. 3-ാമതായി പ്രാർത്ഥനയിലെ വിനയവും അനുതാപവും നമുക്ക് ഉണ്ടായിരിക്കണം. അതിനായി ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യം. പ്രാർത്ഥനയിലെ വിനയവും അനുതാപവും നമുക്ക് ഉണ്ടായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ന്റെ 10-ഉം 14-ഉം. മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാൻ നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിരിക്കാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും ആധാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായി എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് അധ്യായത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രാർത്ഥനയുടെ 2 തലങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് തന്നെത്താനെ
തന്നെത്താനെ നീതിമാനായി പ്രാർത്ഥിക്കുന്നവനെ കാണാൻ സാധിക്കുന്നു. രണ്ട്, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുന്നവനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ആദ്യം പരീശൻ പ്രാർത്ഥിക്കുന്നത് അവൻ സ്വയമേ അവനെ അങ്ങ് പൂഴ്ത്തി അവനെ അങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ചെയ്ത ഓരോ കാര്യങ്ങൾ അവൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, അവൻ മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്ന കാര്യം പറയുന്നു, മുടങ്ങാതെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യം പറയുന്നു, അവൻ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നു. അവൻ അവനെ തന്നെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരിക്കൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ഉയർത്തി പറയും. ഞാൻ ദൈവസന്നിധിയിൽ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിന് അത് ഇത് കൊടുത്തിട്ടുണ്ട്, ഞാനും ഒരു ദിവസം പോലും മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഒരു വർഷം പോലും മുടങ്ങാതെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, ഞാൻ ബൈബിൾ വായന മുടക്കിയിട്ടില്ല, ഞാൻ ദൈവത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വചനം പറഞ്ഞു തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെട്ടവൻ എന്ന വചനം പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവസന്നിധി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് നിൽക്കണ്ട. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കർത്താവ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നടക്കുന്ന കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കാര്യം എല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തിക്കോളും. ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പോഴുവാനോ ഞാൻ എന്റെ ബലം കൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്, എന്റെ മഹത്വം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ ആരോഗ്യം കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തോണം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നും നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ആർക്കും വേണ്ടി നന്മ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളത് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണ്ട. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവ് കണ്ടോണ്ടായിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഒരിക്കലും കൂടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ കർത്താവ് ഓരോ നിമിഷം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ ദേവാലയത്തിൽ ചെന്ന് അകലിൽ നിന്ന് മാറി അകലിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിലേക്ക് പോലും നോക്കാണ്ട് തല താഴ്ത്തി അവൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ആ പറയുന്നത് ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നിൽ ഒരുപാട് തെറ്റുകളുണ്ട്, അവൻ ചെയ്ത ഓരോ തെറ്റുകളും അവൻ ദൈവസന്നിധിയിൽ അവൻ താഴ്ത്തി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ താഴ്ത്തി വചനം പറയുന്നത് തന്നെത്താനെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നാണ് പറയുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത ചെറുതും വലുതുമാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു നിരപ്പ് പ്രാപിച്ച് നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ആദ്യം ദൈവസന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കണം. നമ്മൾ ആ ദൈവത്തോട് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നും കൂടെ ഫ്രീ ആകും. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തോട് ഒന്നും കൂടെ അടുക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ പലരോട് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ഒരു നന്മയും ഉണ്ടാകുകയില്ല. നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുന്നെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ജോലിക്കാണ്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ ഒരാള് സങ്കടപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. അവിടെ നമ്മൾ ആ ദൈവത്തെ താഴ്ന്നു കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ വലിയൊരു പ്രവൃത്തി ദൈവം അവിടെ ചെയ്യും. നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദൈവം അത് മറ്റൊരാളിൽ കൂടെ ദൈവം അവിടെ ചെയ്യിക്കും. കാരണം നമ്മുടെ വിചാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ ബലം കൊണ്ടാണ്, എന്റെ ആരോഗ്യം കൊണ്ടാണ്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മൾ താഴ്ന്നു പോവുകയില്ല. നമ്മൾ ആദ്യം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുക. നമ്മുടെ വചനം പറഞ്ഞത് നമ്മുടെ പാവം എത്ര കടുചുവപ്പാണെന്ന് പറഞ്ഞാൽ ഹിമം പോലെ വെളുപ്പിക്കും നമ്മുടെ കർത്താവ് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മൾ താഴ്മയോടെ ചെന്ന് നമ്മൾ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുക. ആ ദൈവം നമ്മളെ ഓരോ നിമിഷം നമ്മളെ മുമ്പിലേക്ക് നടത്തിക്കൊണ്ടുപോകും. ഒരിക്കലും നമ്മൾ ദൈവസന്നിധി ചെയ്ത ചെറുതാണെങ്കിലും അത് വലുതാണെങ്കിലും നമ്മൾ ആരോട് നമ്മൾ പറയാണ്ട് പോകണം. നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് ഓരോ കാര്യം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ട് നമ്മൾ താഴ്മയായിട്ട് നിന്ന് നമ്മൾ ആ ദൈവസന്നിധി നിൽക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ എവിടെ ഇറങ്ങാൻ തിരിച്ചാലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ വചനം വായിക്കുക, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ മുമ്പിലേക്ക് പോവുക. നമുക്ക് വചനം വായന പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ നിമിഷം നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആ കർത്താവിനോട് ചെയ്തത് നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് എന്തൊക്കെ പ്രയാസം വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഈ വചനം എടുത്ത് നമ്മൾ ഇരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നമുക്ക് ബലത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയായിട്ട് പറ്റും. ഒന്ന്, നമ്മൾ ദൈവത്തിന് ആദ്യം മഹത്വം കൊടുക്കുക. രണ്ട്, നമ്മുടെ തെറ്റുകൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്ന്, നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അത് നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാറ്റിവെച്ച്
മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അവ പ്രാർത്ഥിച്ചാൽ എന്നെ കാരാഗ്രഹത്തിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്നെ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ ഇടുമ്പോൾ എന്നെ അവിടുന്ന് രക്ഷിക്കണമെന്നല്ല, സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നമ്മൾ നടത്തുന്ന ഇടയിന് വേണ്ടിയായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനോട് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അത് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം പല വിഷയങ്ങളും നമ്മൾ സഭയ്ക്കെതിരെ വരുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ലാസ്റ്റ് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ദൈവം കണ്ട് നമ്മൾ നടത്തേണ്ട വഴിയിൽ കൂടെ നമ്മുടെ ദൈവം നമ്മളെ നടത്തും. നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിൽ കൂടെ ദൈവം നമുക്ക് ഓരോ വഴികൾ നമുക്കത് കർത്താവ് നമുക്ക് ഒരുക്കി തരും. നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ എന്തോരം വിഷയമാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയാലും നമ്മുടെ വചനത്താലും നമ്മൾ മുമ്പിലേക്ക് പോവുക. ദൈവം നമ്മൾ നടത്തുക തന്നെ ചെയ്യും. വചനത്താൽ ദൈവം